അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവ തീരുമാനം മറ്റൊന്നായിരുന്നു. ഞങ്ങൾ അവനെ പരമാവധി സഹിച്ചു, ക്ഷമിച്ചു. താങ്ങാവുന്നതിലും അപ്പുറം. നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഒരാൾക്കും അവനെ പോലത്തെ ഒരുത്തിനെ താങ്ങാനാവില്ല. പേരൻസിൻ്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. അവൻ്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ എന്താ ഒരു വഴി? അയ്യോ, രൂപേഷ് ഡോക്ടറാ? സ്പീക്കറിലിട്. ഹലോ ഡോക്ടറെ. ഇന്ന് നേരത്തെ പോയോ? എവിടെ? എന്താ ഡോക്ടറെ? ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. എന്താണാവോ? നിങ്ങളല്ലേ പറഞ്ഞത് ബിമിനത്തിനെ അന്വേഷിച്ചാൽ കിട്ടില്ലെന്ന്? അവനെ ഞാൻ പൊക്കി. ആള് ദുബായിലുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ എത്തും. എയർപോർട്ടിൽ തന്നെ വിളിച്ചിരുന്നു. അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ മതി. നിങ്ങളുടെ പഴയ ബിനുവിനെ ഞാൻ തിരിച്ചു തരും. ശരി. ഹാപ്പി അല്ലേ? അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ ഈ മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലാണ്. ബിമിനത്ത് എൻ്റെ പേരും അവൻ എന്നെ മാത്രം ഓർമ്മ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ. ബിനുവിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു. എൻ്റെ ബിനു വേണം ഡോക്ടർ, എനിക്ക് അവനെ കാണണം. റൂം നമ്പർ 106. ആ ഡോക്ടറെ, ഈ ഫ്ലൈറ്റിൻ്റെ പൈസ കിട്ടിയായിരിക്കും അല്ലേ? അല്ല, ഡോക്ടറിന് രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ കാരണം ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് തന്നിട്ടുള്ളേ. അത് മോശമോ അല്ലേ? കുറച്ച് മോശമാണ്. വേണ്ട, ഡോക്ടർ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഇത് കണ്ടിന്യൂ ചെയ്തോ. ഡോക്ടറെ, ആ. ആ ബിമിനത്ത് എന്ന് പറഞ്ഞ ആളെത്തിയോ? അവൻ ആ ബിനോൺ റൂമിലേക്ക് പോയിട്ടുണ്ട്. അതെ, വേറൊരു സന്തോഷ വാർത്തയുണ്ട്, പറയാം. ക്യാബിനിലേക്ക് വാ. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പെരുന്നാളാണല്ലോ. ഡോക്ടറെ, നമ്മൾ പെടുവോ? നമ്മളല്ല, നിങ്ങൾ പെടും. നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു. തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്? എന്ന് വെച്ച് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വരാ, ഇപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ പോയിട്ട് ആ സന്തോഷം എന്താണെന്ന് അറിയും. ശരി, നിങ്ങൾ ഇവിടെ പോയിട്ട് ഈ സന്തോഷം എന്താണെന്ന് നോക്ക്. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടറെ, ഡോക്ടർ ഇഞ്ഞ് വാ, എന്നെ വിടൂ. എൻ്റെ ബിനു, അന്ന് നീ എനിക്ക് കുറച്ച് പൈസ മറിച്ച് തരാമെന്ന് പറഞ്ഞാണല്ലോ നിന്റെ തല കടിയുള്ളൂന്ന്. ശരിക്കും നിന്റെ വയറ്റത്തടിയുണ്ട്. നിക്കക്കളില്ലാണ്ടായപ്പോൾ ഞാൻ ദുബായിക്ക് പോയി. ആട് ജീവിതം ഒന്നുമല്ല ബിനു, പട്ടി ജീവിതം. എൻ്റെ പട്ടി ജീവിതം. ആള് ഫിസിക്കലി ഓക്കെയാണ്. ഇനിയിപ്പോൾ എവിടെ ഇങ്ങനെ കിടത്തേണ്ട കാര്യമുണ്ടോ? ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത്. അയ്യോ, അതല്ല, ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാവരും സേഫാ. സേഫ് ആയിരുന്നിട്ട് എന്താ കാര്യം? ബിനു ഇമ്പ്രൂവ് ആവണ്ടേ? നീ എനിക്ക് ആ പൈസ ഒന്ന് സംഘടിപ്പിച്ചു തരണം, പ്ലീസ്. ഇപ്പം ഇങ്ങനെ ഉറങ്ങാറ്? ഉറങ്ങി. അയാൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കണമെങ്കിൽ അയാൾ ജനിച്ചു വളർന്ന വീടും പരിസരവും ഒക്കെ കാണുമ്പോഴാണ്. അല്ല ഡോക്ടറെ? പിന്നല്ലാതെ ഞാനിത് ഇവരോട് 100 പ്രാവശ്യം പറഞ്ഞു. അതാണ്. അപ്പം നാളെ എന്തായാലും ഇവിടുന്ന് ഡിസ്ചാർജ് ആവണം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് ഞാൻ വിനിത്താണ്. ഒന്നുകൂടെ ഒരു കാര്യം പറയാനാ. ആ ബിമിനത്താണ്. അവൻ ആ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാശൊന്ന് കൊടുക്കണമായിരുന്നു. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയാ? എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ, പുള്ളിക്ക് എന്നെ അങ്ങോട്ട് കിട്ടണല്ലോ. അതാണ് ഇവിടെ പ്രശ്നം, കിട്ടണില്ല. ആണോ? നിങ്ങൾ സംസാരിച്ചിരിക്കും, എനിക്കൊരു കേസ് ഉണ്ട്. ഡോക്ടർ, ഫോട്ടോ കാണണമല്ലോ. കിട്ടി കിട്ടി. ഈ ഒരൊറ്റ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. ബിനുവിന് കംപ്ലീറ്റ് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മ വരും. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം. മോനെ, എവിടെ? ഈ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ, ഞാൻ ബിനുവിന് അയച്ചു കൊടുത്തോളാം. പിന്നെ മോൻ്റെ എയർ ടിക്കറ്റ് ഇല്ലേ, അതിൻ്റെ കാശ് ഞാൻ തരാം.
തരൂ. ഓ പിന്നെ ജിപേ ചെയ്ത് തരാം. സത്യം പറയാലോ, ബിനു മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ ഡീസൻ്റാണ്. ആ അളിയ, ഇത്രയും ഐക്യവും പൊരുത്തമുള്ളൊരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല അളിയ. എൻ്റെ അവസ്ഥ അളിയനറിയാലോ. എനിക്ക് പകരമായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും അളിയ ഉണ്ടാവണം. ഞാനിപ്പോൾ എന്ത് പറയാനാ അളി? ഉണ്ടാവില്ലേ? ആ ഉണ്ടാവും. അളിയന് കൃത്യമായ ബോധോദയം ഉണ്ടാകുന്നവരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നത്? എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്ത്? ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ? അല്ല, ഡിസ്ചാർജ് അല്ലേ? അത് ഞാൻ പറഞ്ഞോളാം. നമുക്കത് ശരിയാക്കാം. അളിയ, എന്തോ? ഇത് മാറ്റി വെച്ചായിരുന്നു കാറിരുന്ന പൊസിഷൻ. ഇങ്ങനെയല്ലായിരുന്നു. അതങ്ങനെ ആയിരുന്നല്ലോ. അളിയ, അളിയ മെനിങ്ങാന്ന് ഈ ഷർട്ടല്ലേ ഇട്ടെ? ആഹാ, ഞാനതേ ഒരു ഡ്രസ്സ് 2 തവണ ഇടാറുണ്ട്. ഒന്നിടവിട്ട് അലക്കാറുള്ളൂ. അതാ. ഓരോരുത്തരും ധരിക്കുന്ന ഡ്രസ്സിന്റെ കളർ അപ്പം ഞാൻ ഇതിലെഴുതി വെക്കും, ഓർത്തെടുക്കാലോ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു അളിയ. ഞാൻ ഈ സന്തോഷ വാർത്ത ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അങ്ങോട്ട് കൊണ്ടാവും. മിക്കി എവിടെയും തുറന്നിരിക്കാൻ ഫുൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യും. ആഹാ, എന്താ പരിപാടി? അച്ഛനും അമ്മയൊക്കെ കഴിച്ചോ? അവരൊക്കെ ക്യാൻറ്റീനിലുണ്ട്. എന്തോ കൂലങ്കശമായ ചർച്ചയില്ല. കഴിച്ചു കാണും. അവരെന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? ബിനുവിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അവർക്ക് വേറെന്താ ചിന്തിക്കാൻ? ഞാൻ പഴയ പോലെ ആകാൻ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അവനെങ്ങാനും പഴയതുപോലെ ആയാ നമ്മളെ കാര്യം തീർന്നു. പിന്നെ നമ്മൾ ഫ്രെയിമിലേ ഉണ്ടാവില്ല. 100% കറക്റ്റാണ്. പിന്നെ നിങ്ങൾ ഫ്രെയിമിലേ ഉണ്ടാവും, ചുവരിലെ. ആഹാ, നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ? അവനത്തെ ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി. എല്ലാം പഠിച്ചെടുക്കുക. ഞാൻ മെനങ്ങാനായിട്ട് അണ്ടർവെയറിന്റെ കളർ വരാൻ പറഞ്ഞു. സി, ഉള്ളിലിട്ടതറിഞ്ഞു. ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സനന്ദനുമായി ആലോചിക്കാം എന്താ ചെയ്യാനാവാന്ന്. സനന്ദനോ? ആ, എന്തിനാ അയാള്? പുറമേ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ അജ്മൽ ഡോക്ടറുടെ സ്ഥിതിക്ക് മറ്റൊരാളെ കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ സനന്ദൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാ. മുമ്പ് ഇതുപോലെ സനന്ദൻ സഹായിച്ചിട്ടുള്ളതാ. പുതിയ ഫ്ലാറ്റിലേക്ക് മാറ്റി ബിനു നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോ നിഷിമയുടെ കല്യാണം നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതും സനന്ദനാ. മകളുടെ കാര്യം തീരുമാനമാക്കിയ ആളെ തന്നെ ഇപ്പോൾ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു നാട്ടുകടപ്പാണല്ലോ. അമ്മയ്ക്ക് ഒരാളുടെ മേൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ. ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണ് എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നം അല്ലേ? ഒറ്റപ്പെടുന്ന ഞാനുണ്ടല്ലോ. നിങ്ങളുണ്ടായിക്കോട്ടെ, കൂടെ വേറൊരാളും. മനുഷ്യ, നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ എന്താ പറ്റിയേ? നിനക്ക് സനന്ദനുള്ള ബന്ധം നിർത്താറായില്ലേ? പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എൻ്റെ കാമുകനായിരുന്നു എന്ന്. ഒരു കാലത്ത് എൻ്റെ കൊളീഗായിരുന്നു, സുഹൃത്തായിരുന്നു. അത്രയേ ഉള്ളൂ ആ ബന്ധം. എന്നിട്ടല്ലേ നീ പറഞ്ഞിട്ടില്ല അവൻ എന്റെ കാലടിച്ച് കുടിച്ചത്? അവനെയാണോ നീ വീണ്ടും വിളിച്ചു വരുത്തുന്നത്? അയ്യോ, അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ. അതും എത്ര വർഷം മുമ്പാ അത് നടന്നത്. എന്നിട്ട് ഇപ്പോഴും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ? സനന്ദനെ അങ്ങനെ കണ്ടാ മതി. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ?
ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിനു ഒരു കടുത്ത സൈക്കോണ്. എത്ര പൈസ ചിലവാക്കിയാലും അവൻ പഴയ അവസ്ഥയിലെത്താണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുറേ എണ്ണുണ്ട് ഇതുവഴി. ഈ ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വർക്കായിട്ട് കണ്ടിട്ടുള്ളൂ. എന്താ സനന്ദന്റെ പ്ലാൻ? എൻ്റെ പ്ലാൻ കേട്ടാൽ ലോജിക്കില്ലാത്ത പോലെയൊക്കെ തോന്നും. ലോജിക്കൊന്നും വേണമെന്നില്ല, കാര്യം പറ. പഴയതൊക്കെ മാറ്റണം. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? അല്ലെങ്കിൽ അത് ഇവിടെ കിടന്നോട്ടെ. പുതിയ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ പറഞ്ഞല്ലേ കവറായിക്കോളൂ. വേണ്ടെങ്കിലും വേണ്ട. എന്റെ രമേശ ഒന്ന് വേഗം നടക്ക്. ഓ, ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ സാധനങ്ങളെ നമ്മൾ വിട്ടു പോവുക. അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ട് അവിടെ. ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ. നോക്ക്, എന്തേലും ഉണ്ടാവും. അവൻ ആരാ മോൻ? ആ, കിട്ടിയില്ലേ? അതൊരു ഓർമ്മയില്ലേ ബിനുവിൻ്റെയും ഷിബിൻ്റെയും? അത് ശരി. അത് കളയണോ? ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. ഒരു കുട്ടി മതിയെന്ന് ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ, പക്ഷെ അവള് കേട്ടില്ല. ലക്ഷ്മി രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കാര്യം എന്നോട് ആദ്യം പറയണേ. അതായത് ബിനുവിൻ്റെ ഓർമ്മയുണ്ടാ? ആ, എന്നിട്ട് നമ്മൾ കുറേ തർക്കിച്ചു അബോട്ട് ചെയ്യണ വേണ്ടേന്ന്. അവസാനം ക്യാരി ചെയ്യാൻ നീ തന്നെ തീരുമാനിച്ചു. ഹെയർ ബോഡി ഹെയർ ഡിസിഷൻ. അതിനുശേഷമാണ് ദാസേട്ടനോട് അടക്കം പറഞ്ഞത്. ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണ്. ലക്ഷ്മിയാ, രണ്ടാമതൊരു കുട്ടി വേണ്ടായിരുന്നു. സനന്ദ ഫ്ലാറ്റിന്റെ പണി തീരാൻ ഇനി ഒരാഴ്ച എടുക്കും. ഹോസ്പിറ്റലിൽ ചെന്നാ ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു. ഇനി എന്താ ഒരു വഴി? ആള് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ കണ്ടീഷനോ? അതെ. ഞാൻ അന്നേ പറഞ്ഞ അബോട്ട് ചെയ്യാന്ന്. കൂട്ടുക്കാൻ കറങ്ങി തിരിഞ്ഞ എൻ്റെ തന്നെ വന്നു. അതാണ് ദൈവമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ബാത്റൂമിൽ വെച്ച് സോപ്പ് ഷാമ്പു നമുക്ക് കലക്കി ഒഴിക്കാം. അതിൽ ചവിട്ടി തലടിച്ച് വീണോളും. 2 ആഴ്ച നീട്ടി കിട്ടാതെ പോരെ. ചിലപ്പോൾ അതോടുകൂടി തീർന്നാലാ. അതൊന്നും വേണ്ട. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. വേറെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഒന്ന് ചുറ്റി വരണം. ബിനു ഇതുവരെ പോവാത്ത സ്ഥലങ്ങളിലൂടെ. സഞ്ജു